ഇപ്പോൾ നമ്മൾ ജാതകം എഴുതുന്നു, നേരത്തെ പറഞ്ഞു നടൻ മധു 4 പേർക്ക് വേണ്ടി 4 പേർ ജാതകം എഴുതിയപ്പോൾ 4 പോയി എന്നൊരു പരാമർശം. അപ്പം അങ്ങനെ മനുഷ്യൻ ജനിക്കുന്ന സമയം വെച്ച് മരിക്കുന്ന സമയം, അവൻ ആപത്ത് വരുന്ന സമയം, ആപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തു ചെയ്യണം, അതിനെന്താണ് പരിഹാരക്രിയ, ഏത് ആരാധനാലയത്തിൽ പോയി വഴിപാട് നടത്തണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കെട്ടുപെട്ടു പോയിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ്. ഇത് അങ്ങ് ജ്യോതിഷിയാണ്, അങ്ങ് ആളുകളുടെ ഇത്തരത്തിലുള്ള അവരുടെ ജീവിത സമയത്തിൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? അതിന്റെ അടിസ്ഥാനം എന്താണ്? നോക്കൂ, ജ്യോതിഷം എന്ന് പറയുന്നത് ആസ്ട്രോണമിയിൽ നിന്നാണ് ആസ്ട്രോളജി രൂപപ്പെടുത്തിയത്. ജ്യോതിഷം അന്ധവിശ്വാസമല്ല. ഇവിടെ പലർക്കും ജ്യോതിഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു പുള്ളി പറഞ്ഞു ചൊവ്വ വന്നിട്ട് മനുഷ്യൻ്റെ കല്യാണം മുടക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. അദ്ദേഹത്തിന് അത് അറിഞ്ഞൂടാ, ജ്യോതിഷം അറിഞ്ഞൂടാത്ത അദ്ദേഹം എന്തിനാ ജ്യോതിഷത്തിനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയും. അദ്ദേഹത്തിന് രാഷ്ട്രീയമേ അറിയാവോ? എത്രയോ കിലോമീറ്റർ നിൽക്കുന്ന നമ്മുടെ കല്യാണം മുടക്കുമെന്ന് ഒരിടവും പറയുന്നില്ല. ഇപ്പൊ നമ്മൾ സംഖ്യകൾ കൊണ്ടാണ് കണക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ 4, 3, 7 എന്ന് പറഞ്ഞ ഒരു സംഖ്യ, 4, 3, 8 ഇത് പറയണ കേൾക്കോ? നിങ്ങൾ പറയണ കേൾക്കോ? ഞാൻ പറയണ കേൾക്കോ? നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതില്ലായിരുന്ന ഞാൻ പറയണ കേൾക്കോ? പ്ലീസ്, ഞാൻ പറയട്ടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കോ? എൻ്റെ അവസരമല്ലേ, പ്ലീസ്. അപ്പോൾ ഇപ്പം നമ്മൾ നിറങ്ങൾ കൊണ്ടാണ് നമ്മൾ സിഗ്നൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചുവന്ന ലൈറ്റ് കാണുമ്പോൾ നമ്മുടെ കാലിനെ പിടിച്ച് ഒരിക്കലും ആരും ബ്രാക്കി ചവിട്ടുന്നില്ല. ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കണക്കാണ്. യൂണിവേഴ്സിറ്റി ഉള്ള ഒരു സംരംഭമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടുത്തെ കുറേ നിരീശ്വരവാദികളും മറ്റുള്ളവരും കൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയി ഈ ശാസ്ത്രത്തെ അങ്ങ് നിരോധിക്കണമെന്ന്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ അതൊന്നും സാധ്യമല്ല, ജ്യോതിഷത്തിന് സിലബസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ MBBS-ഉം എഞ്ചിനീയറിംഗും എല്ലാം നിരോധിക്കേണ്ടി വരും. തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് ജ്യോതിഷത്തിന്. അറിയുന്നവരത് പറയണം. ലോകത്തിന്റെ അറിവുകളില്ല. ശ്രീ സന്തോഷ് നായർ, ഞാൻ ചോദിക്കുന്ന, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ ആയുസ് നിശ്ചയിക്കാൻ കഴിയുമോ അങ്ങ് പറയുന്ന ഈ ശാസ്ത്രത്തിന്? ശരി, ഞാൻ അത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 4 നടയുണ്ട്. ഇന്നാൾ ഒരാൾ ഇവിടെ വന്നിട്ട് എൻ്റെ അച്ഛൻ അല്പായുസുള്ളവൻ, എൻ്റെ അച്ഛൻ ദീർഘായുസുള്ളവൻ, എൻ്റെ അച്ഛൻ ഇത് മധ്യായുസുള്ളവൻ. ഇതിലേതാണ് സാറേ ശരി? അത് ജ്യോതിഷൻ്റെ കുഴപ്പമാണ്. ജ്യോതിഷത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിടത്ത് പറയും കാരണം പറയും, കരണത്തിൽ പറയും നിങ്ങൾ വെളുത്ത് മെലിഞ്ഞ സുന്ദരനാണ്. വേറൊരിടത്ത് പറയും നിങ്ങൾ കറുത്ത ഇരുണ്ട് ഇതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഒരു മനുഷ്യന്റെ ജനനസമയം വെച്ച് അയാളുടെ മരണസമയം ഗണിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മരണസമയം നമുക്ക് ആ ഗ്രഹനിലയിൽ ദശാകാലം വരുന്ന സമയം വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും. മരണകാലം അറിയാൻ പറ്റും. അത് പോരാത്തതുകൊണ്ട് നമുക്ക് ഈ ജനനത്തിൻ്റെ ഇത് ഷാർപ്പായിട്ട് ഗണിക്കേണ്ട ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം 100% ശരിയാണ്. പക്ഷെ അറിവില്ലാത്തവരെ ഇത് കൈകാര്യം ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അദ്ദേഹം ജ്യോതിഷി പോയി എടുത്തു എന്ന് പറയുന്നതിനോട് ഞാൻ എതിരാണ്. ജ്യോതിഷി പോവില്ല, കൂടോത്രം ഒന്നും ജ്യോതിഷത്തിനകത്ത് വരുന്നതല്ല. യഥാർത്ഥ ജ്യോതിഷം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞൂടാ. ജ്യോതിഷത്തിലൂടെ ബോധവൽക്കരിക്കുന്നുണ്ട് ഞങ്ങൾ.